ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സർക്കുലർ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് നിർദ്ദേശം. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി ഞായറാഴ്ച കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സമവായത്തിലൂടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കൗൺസിൽ യോഗത്തിൽ പ്രഹ്ലാദ് ജോഷി അധ്യക്ഷന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അറിയിക്കും. തുടർന്ന് ഈ തീരുമാനം അംഗീകരിച്ച് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതിനോടകം തന്നെ കേന്ദ്ര പ്രതിനിധികൾ സംസ്ഥാന നേതാക്കളുമായും RSS നേതൃത്വവുമായി കൂടിക്കാഴ്ചയും നടത്തിക്കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ തുടരുമോ എന്നതിൽ വ്യക്തതയില്ല. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുകളാണ് കേന്ദ്ര പരിഗണനയിലുള്ളത്. കേരളത്തിൽ പാർട്ടി ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ പാർട്ടി കോർ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും കാര്യമായ മാറ്റത്തിനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.